ഇടുക്കി ചിന്നക്കനാലിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു. ചിന്നക്കനാൽ പവർ ഹൌസിന് സമീപമാണ് സംഭവം. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് താഴെ താമസിക്കുന്നത് 15ഓളം കുടുംബങ്ങളാണ്. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേർന്നു. ജെയിൻ, ഈ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം അപ്പാടെ തകരുകയായിരുന്നോ? അടുത്ത പരിസരവാസികളായ ജനങ്ങളെയൊക്കെ മാറ്റേണ്ട സാഹചര്യം നിലവിലുണ്ടോ? മോത്തി, ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഈ കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു, ഇത് ടൈറ്റാനിക് പോലെ നടുഭാഗം കുഴിഞ്ഞു പോയി എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ നിർമ്മാണം നടന്നിരുന്ന പ്രദേശം അത് റെഡ് സോൺ മേഖലയാണ്. നമുക്കറിയാം, ഈ മലയോര മേഖലയിലൊക്കെ ഭൂമിയുടെ സ്വഭാവം അനുസരിച്ച് പല സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ റെഡ് സോൺ എന്ന് പറയുന്ന ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മാണങ്ങൾക്കും അനുമതി നൽകുന്നില്ല. ആകെ ഒരു ഇളവുള്ളത് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം ഇളവ് നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെയും വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അനുമതി നൽകിയത്. ഈ വീട് നിർമ്മിക്കുമ്പോഴും ഒറ്റ നിലയിൽ 1500 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടം മാത്രമേ നിർമ്മിക്കാവൂ. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഇവിടെ നിർമ്മിക്കുന്നത് ബഹുനില കെട്ടിടമാണ്. അതായത് വീട് നിർമ്മിക്കാൻ പെർമിറ്റ് മേടിച്ചതിന് ശേഷം, അനുമതി മേടിച്ചതിന് ശേഷം അവിടെ വലിയ റിസോർട്ട് പണിയുന്നു. അതാണ് ഇത്തരം ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു അപകടം ഉണ്ടായിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. കൂടാതെ ആ വലിയ കെട്ടിടത്തിന് താഴത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മിക്കുന്ന ആളുകൾ വലിയ പടതയൊക്കെ വെച്ചുകൊണ്ട് ഈ അപകടം മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് 10-15ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ റിസോർട്ടായി പ്രവർത്തിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെയൊരു അപകടം സംഭവിക്കുന്നതെങ്കിൽ ഒരു വലിയ ദുരന്തമായി മാറുമായിരുന്നു. പക്ഷേ ഇത്തരം നിയന്ത്രണങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഞ്ചായത്തും റവന്യൂ വകുപ്പുമാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. അവർ ഈ കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല. ശരി, ജെയിനിസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.